ഹലോ! ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പുതപ്പൊക്കെ മടക്കി റെഡിയാക്കി വെച്ചു. പിന്നെ പല്ലൊക്കെ തേച്ച് ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി. ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര ഓയിലി ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫേസ് വാഷ് എന്തായാലും ചെയ്യും. മുഖത്തെ എണ്ണമയം പോവാൻ അതെന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു സ്ലോ മോർണിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. ഇവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. കാപ്പിയൊക്കെ കുടിക്കാൻ പുറത്തൊക്കെ പോയി. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഒരു ചെറിയ വെയിലൊക്കെ കൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമുള്ള പരിപാടിയാണ്. ചെറുതായിരുന്നപ്പോൾ ഐ തോട്ട് ദാറ്റ് ബിഗ് തിങ്സ് ക്യാൻ ഓൺലി ബ്രിങ് ഹാപ്പിനെസ്. ബട്ട് അങ്ങനെയൊന്നല്ല എന്ന് അഡൽട്ട് ആയപ്പോഴാണ് കുറേയൊക്കെ മനസ്സിലായത്. ഇപ്പോൾ വി കീപ് ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ സ്മോൾ തിങ്സ് അല്ലേ. മൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകാനൊന്നും വലിയ മൂഡൊന്നുമില്ല. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ റെഡിയായി. കുറച്ച് ലിപ് ബാമും സൺസ്ക്രീനൊക്കെ ഇട്ടു. ഇതെനിക്ക് സ്കിൻ അലർജിയൊക്കെ വന്നപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ആവാനൊക്കെ കുറച്ച് സമയമെടുക്കും. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐലൈനർ. അപ്പോൾ അത്രയേ ഉള്ളൂ കോളേജിൽ പോകാനുള്ള ഒരു ബേസിക് ഗെറ്റ് റെഡി. ഇനി ബാഗിൽ ബുക്ക് എടുത്ത് വെക്കണം. ആ രംഗങ്ങൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. ദേ ഇത് തന്നെ 2, 3, 4 ബുക്ക് എടുത്ത് വെക്കുക. അതൊക്കെ വെറുതെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ലാപ്ടോപ്പും അതും ഈ ആരെങ്കിലും കാണിക്കാൻ. പിന്നെ ലാപ്ടോപ്പിൻ്റെ ചാർജ് തീരുമ്പോൾ കുത്തി വെക്കാൻ വേണ്ടി അതിൻ്റെ ചാർജർ എടുക്കണം. കാരണം എൻ്റെ ലാപ്പിൽ അങ്ങനെ ചാർജൊന്നും നിൽക്കില്ല. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ള സാധനങ്ങളൊക്കെ ആയി. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, വെള്ളം കുപ്പി. കാരണം എൻ്റെ ക്ലാസ്സിലെ ജല അതോറിറ്റി ഞാനാണ്. വെള്ളം കുപ്പി എടുത്ത് അതിലൊക്കെ അടച്ച് നമുക്ക് പോകാം. പിന്നെ താമസം ഹോസ്റ്റലിൻ്റെ ഏറ്റവും മേലത്തെ നിലയിലായതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങാനുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സും കുറച്ച് മേലെ ആയതുകൊണ്ട് ഇതിനനുസരിച്ച് സ്റ്റെപ്പ് കയറാനും ഉണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ കയറാനുള്ള സ്റ്റെപ്പ്. രാവിലെ തന്നെ പിള്ളേർ ബാസ്ക്കറ്റ് കോർട്ടിൽ ബാസ്ക്കറ്റ് കളിക്കുന്നത് അതൊക്കെ കണ്ടാണ് ക്ലാസ്സിൽ വന്നത്. ക്ലാസ്സിൽ വന്നാൽ പിന്നെ നോട്ട്, അസൈൻമെൻറ്റ്, ട്യൂട്ടോറിയൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോൾ തന്നെ മൂഡ് അങ്ങോട്ട് പോകും. ഈ നോട്ടും അസൈൻമെൻറ്റും ട്യൂട്ടോറിയൽ എഴുതുന്ന പരിപാടിയൊന്നും അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ലെങ്കിലും നമ്മളതൊക്കെ ചെയ്യണം. കാരണം ഇൻറ്റേർണൽ വരുമ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻറ്റേർണൽ മാർക്ക് ഇരിക്കണേന്നാണ് ഒരു കേട്ടുകേൾവി. പിന്നെ പ്രൊജക്റ്റും അതിൻ്റേതായ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ക്ലാസ്സിലെ കാര്യങ്ങൾ. പിന്നെ ഈ കയറി വന്ന സ്റ്റെപ്പ് ഇറങ്ങി പോകണം. കോളേജ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ മനസ്സിലാകെ ഉണ്ടാവുക ഇന്ന് എന്താണ് വൈകുന്നേരം ഹോസ്റ്റലിൽ കഴിക്കാനുണ്ടാവുക എന്നാണ്. ഞാൻ പിന്നെ ഒരു 5-10 മിനിറ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. കാരണം കോളേജൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നല്ല ഓർമ്മയെന്ന് പറഞ്ഞുണ്ടാവാൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കാനുണ്ടായത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുളിയൊക്കെ പാസ്സാക്കി. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ, വെള്ളത്തിന് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ്. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുക, പ്രൊജക്റ്റിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പിന്നെ രാത്രി ഫുഡ് കഴിക്കുക. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.